എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ വിഷയമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ സമയം വളരെ കുറച്ച് തന്നിട്ടുള്ളൂ. കഴിയുന്നതും വേഗത്തിൽ ഞാൻ തീർക്കാൻ ശ്രമിക്കാം എന്നെനിക്ക് പറയാനുള്ളൂ. നമുക്കറിയാം, ക്രിസ്തീയ മതവിശ്വാസം അനുസരിച്ച് സെമിറ്റിക് മതങ്ങളെല്ലാം തന്നെ, ക്രിസ്ത്യ മതമല്ല, സെമിറ്റിക് മതങ്ങളെല്ലാം തന്നെ വിശ്വസിക്കുന്നത് മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി ദൈവം എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ആദം എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യനെ കർത്താവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു തോട്ടത്തിൽ കൊണ്ടുവിട്ടു. എന്നിട്ട് പറഞ്ഞു, ഒരു മരത്തിൻ്റെ പഴം മാത്രം തിന്നരുത്, ബാക്കി കഴിക്കാമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ആ പഴം കഴിച്ചു. അതിൻ്റെ തിക്തഫലം വളരെ ഗംഭീരമായിരുന്നു, അല്ലെ വളരെ ഭയാനകമായിരുന്നു. ആ മനുഷ്യനെ അവിടെ നിന്നും, അതായത് സ്വർഗത്തിൽ നിന്നും പുറത്താക്കി അയാളും അയാളുടെ സന്തതി പരമ്പരകൾക്ക് മുഴുവനും ശിക്ഷ വിധിച്ചു. പിന്നീട് ദൈവം തന്നെ ദൈവത്തിൻ്റെ പുത്രനെ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് അയച്ച് പാപപരിഹാരം ചെയ്ത് ബലിയർപ്പിക്കപ്പെട്ട് മനുഷ്യനെ രക്ഷപ്പെടുത്തി എന്നാണ് ഈ ക്രിസ്തുമത വിശ്വാസം പഠിപ്പിക്കുന്നത്. ഇവിടെ എനിക്ക് ഉന്നയിക്കാനുള്ള ആദ്യത്തെ വിഷയം, ഇല്ലായ്മയിൽ നിന്നുമാണ് നമ്മുടെ കർത്താവ് ആദത്തിനെ സൃഷ്ടിക്കുന്നത്. ഒരു എൻജിനീയർ ഒരു സാധനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അയാൾ അതിനെ ശപിക്കുകയും വലിച്ചെറിയുകയും അല്ല ചെയ്യുക, ആ ഡിഫക്റ്റ് പരിഹരിക്കാനാണ് ശ്രമിക്കുക. നമ്മുടെ കർത്താവ് അതല്ല ചെയ്തത്, ശപിച്ചു വിടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ മുതൽ എനിക്ക് ഈ കർത്താവിന് സംശയം തുടങ്ങിയതാണ്. അപ്പോൾ എന്താണ് ആദത്തിനോട് പറഞ്ഞത്? ഈ മരത്തിൻ്റെ ഫലം നീ കഴിക്കരുത്, കഴിച്ചാൽ നീ മരിച്ചു പോകുന്ന പറഞ്ഞു. ഇത് പറയുമ്പോൾ ഈ കർത്താവ് പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ആദത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നോ? കുറച്ചുകൂടെ വ്യക്തമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, നന്മ തിന്മകൾ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം ആദത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതിന് ഉത്തരം നമ്മൾ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഹൗവ ഒരു പഴം കഴിച്ചത് ഇയാൾ പാമ്പ് പ്രലോഭിപ്പിച്ചതാണ്. എന്തായിക്കോട്ടെ, കഴിച്ചു. ഭർത്താവിനെ കൊണ്ടും കഴിപ്പിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? രണ്ടുപേർക്കും കണ്ണു തുറന്നു. നന്മ തിന്മകൾ എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. തീർന്നില്ല, തങ്ങൾ നഗ്നരാണെന്ന് പോലും അവർക്ക് ബോധ്യപ്പെട്ടു. അവരെ ഇലകൾ പറിച്ച് അവരുടെ നഗ്നത മറച്ചു. അപ്പോൾ അതുവരെ അവർക്ക് ഈ ബോധമില്ല. ഈ ബോധമില്ലായിരുന്ന ആൾക്കാരാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഇത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞത്. എന്തോ ഒരു ശരികേട് അവർ തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ നമ്മുടെ കർത്താവിനെ ഡീപ്പായിട്ടൊന്ന് എക്സാമിൻ ചെയ്യാനുണ്ട്. അപ്പോഴാണ് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുക. എന്തു ആയിക്കോട്ടെ, ഉൽപ്പത്തി 3:23 അവിടെ കാണുന്നത് കർത്താവിൻ്റെ വിലാപമാണ്. അയ്യോ, മനുഷ്യരിതാ നന്മതിന്മകളുടെ മരത്ത് തിരിച്ചറിയുന്ന ആ ഫലം തിന്നിരിക്കുന്നു, അവർ നമ്മളെപ്പോലെ ആയിരിക്കുന്നു. ഇനി അവർ എന്തു ചെയ്യും? കൈനീട്ടി മറ്റേ നിത്യജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നാൻ സാധ്യതയുണ്ട്, തിന്നും, അപകടമാണ്. കർത്താവിനെ പുറത്താക്കിയത് കൊണ്ട് മാത്രം തീർന്നില്ല. ഏദൻ തോട്ടത്തിന് ഒരു ഭാഗത്ത് കെരൂബുകൾ, എന്താ സാധനം എന്നുള്ളത് കർത്താവിനെ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. കെരൂബുകളെ കാവൽ നിർത്തി. തീർന്നില്ല, പ്രകാശമുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു വാള് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും കാവലേർപ്പെടുത്തി ഈ ഒരു മരത്തിന്. ആരെ പേടിച്ചിട്ടാണെന്നറിയത്തില്ല. അപ്പോൾ എന്തോ ഒരു പന്തികേട് കർത്താവ് ആദത്തിനോട് ചെയ്തത് അത്ര ശരിയായില്ല എന്നൊരു തോന്നൽ, അല്ല കർത്താവ് ശരിയല്ല എന്നൊരു തോന്നൽ അവിടെ മുതൽ എനിക്ക് തോന്നുന്നുണ്ട്. അടുത്ത വിഷയം എന്ന് പറയുമ്പോൾ, ആദത്തിന് 2 പിള്ളേരൊക്കെ ഉണ്ടായി. 2 പിള്ളേരെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. കായേനും ആബേലും. അങ്ങനെ 2 പേരും ദൈവത്തിന് ബലി കൊടുത്തു.
കർത്താവിന് ഇഷ്ടപ്പെട്ട ആബേലിൻ്റെ ബലിയാണ്. കായൻ കർത്താവിനോട് ചോദിച്ചു, എന്താ കർത്താവ് എൻ്റെ ബലി സ്വീകരിക്കാത്തത്? കർത്താവ് പറഞ്ഞു, നീ ശരിയായ രീതിയിലല്ല ചെയ്തത്, അതുകൊണ്ടാണ് എനിക്കത് ഞാൻ സ്വീകരിക്കാഞ്ഞത്. നീ ശരിയായ രീതിയിൽ ചെയ്യ്, അപ്പോൾ ഞാനത് സ്വീകരിക്കും എന്ന് പറഞ്ഞു. കായൻ ആ പറഞ്ഞത് മനസ്സിലായില്ല. കാരണം അയാൾ അങ്ങേയറ്റ ആത്മാർത്ഥതയോടുകൂടിയാണ് കർത്താവിന് ബലിയർപ്പിച്ചത്. അയാൾ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. ന്യായീകരിക്കല്ല, സഹോദരനെ കൊന്നുകളഞ്ഞു. കർത്താവ് അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിരുന്നു. നമ്മുടെ കർത്താവ് ആദത്തിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ചില ശാപവാക്കുകൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് വേണം പുറത്തേക്ക് വരാൻ. ഒന്ന്, നീ അധ്വാനിച്ച് ജീവിക്കണം. അതൊരു ശിക്ഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല, അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറയുന്നത്. രണ്ട്, നീ മരിച്ചു കഴിഞ്ഞാൽ ഇത് പൊടിയായി മാറും. അതെല്ലാവർക്കും സംഭവിക്കുന്നത്, അതൊരു ശിക്ഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹവ്വയോട് പറഞ്ഞു, നീ വേദനയോടുകൂടി പ്രസവിക്കും. ആയിക്കോട്ടെ. പിന്നെ പറഞ്ഞു, നീ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. അതും എനിക്കത്ര മനസ്സിലായില്ല. പുരുഷന് കീഴ്പ്പെട്ടാണ് സ്ത്രീ ഇരിക്കേണ്ടത് എന്ന് കർത്താവ് പറയുമ്പോൾ എന്തോ ഒരു പന്തികേടുണ്ട്. നമ്മൾ ആധുനിക കാലത്ത് അങ്ങനെയല്ല കാണുന്നത്. തുല്യരെന്നുള്ളത് നമ്മൾ അംഗീകരിക്കാം. ഒരു കൂട്ടർ വേറൊരു കൂട്ടരെക്കാൾ മുന്തിയവരാണെന്ന് പറയുമ്പോൾ നമുക്കതത്ര ആധുനിക മനുഷ്യന് അത്ര പഥ്യമല്ലാത്തൊരു കാര്യമാണത്. അത് കഴിഞ്ഞ് കർത്താവ് പാമ്പിനെ ശപിക്കുന്നു. പാമ്പിനോട് എന്താ പറഞ്ഞേ? നീ ഭൂമിയിൽ എഴഞ്ഞു നടക്കും. പല രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടാവും, പോട്ടെ. നീ മണ്ണ് തിന്നും. ഏത് പാമ്പാ കർത്താവേ മണ്ണ് തിന്നുന്നത്? കർത്താവ് അത്ര ബോധമില്ലാതെ പോയോ? അത് കഴിഞ്ഞ് എന്താ പറഞ്ഞേ? സ്ത്രീയുടെ പുത്രൻ പാമ്പിൻ്റെ തല തകർക്കും. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, കർത്താവ് സൃഷ്ടിച്ചതിൽ ഏറ്റവും ബുദ്ധിയുള്ളത്, കുശാഗ്ര ബുദ്ധിയുള്ളത് പാമ്പിനാണെന്നും പറയുന്നുണ്ട്. പാമ്പ് അത്രയ്ക്ക് ബുദ്ധിയുള്ള ജീവിയാണ്. പാമ്പിനേക്കാൾ ബുദ്ധിയുള്ള എത്രയോ ജീവി, മനുഷ്യൻ കഴിഞ്ഞിട്ടുള്ള ജീവികളെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നത് വാലില്ലാ കുരങ്ങന്മാരാണ്. ഒറാങ്കുട്ടാങ്, നമ്മുടെ ചിമ്പാൻസി, ഗോറില്ല, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, എനിക്ക് തോന്നുന്നത് ഗിബ്ബഡാണോ സംശയമുണ്ട്. ഇത് ആയിക്കോട്ടെ. ഇതിൽ ഒറാങ്കുട്ടാങ്ങൊക്കെ ആണെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിവുള്ളവരാണ്. ചിമ്പാൻസി ആയുധം ഉപയോഗിക്കാൻ കഴിവുള്ളയാളാണ്. അങ്ങനെ അപ്പം കുറച്ചുകൂടെ വികസിതമായ ഒരു തലച്ചോറുള്ള ജീവികളാണ് ഇവർ. പാമ്പിനേക്കാൾ എത്രയോ മേലെയാണ്. ആന, കുതിരകൾ, ഇവയ്ക്കെല്ലാം കുറച്ചുകൂടെ എന്താ പറയുക, മനുഷ്യൻ കഴിഞ്ഞാലുള്ള കാര്യം പറഞ്ഞ് അടുത്ത ലിസ്റ്റിലെ ശ്രേണിയിൽ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ഇവർക്കെല്ലാം കഴിവുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. പാമ്പ് ഈ ശ്രേണിയിൽ വളരെ താഴെ വരുന്നത്. പക്ഷേ കർത്താവ് പറയുന്നു, പാമ്പ് കർത്താവ് സൃഷ്ടിച്ചതിൽ ഏറ്റവും കൗശലക്കാരൻ പാമ്പാണെന്നാണ് പറയുന്നത്. സാരമില്ല, എന്തൊരു വിവരക്കേടവ് പറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ആബേലിൻ്റെ കായൻ്റെ കഥയിലേക്ക് മടങ്ങി വരാം. അങ്ങനെ കായൻ ആബേലിനെ കൊന്നു. കർത്താവ് ദേഷ്യത്തോടെ വന്നു. പിന്നെ കുറേ ശാപവാക്കുകളാണ് പറയുന്നത്. നിന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, നീ ഭൂമിയിൽ അലഞ്ഞു നടക്കും, നീ ഭൂമിയിൽ എന്തെങ്കിലും കുഴിച്ചു വെക്കാൻ ശ്രമിച്ചാൽ ഉണങ്ങിപ്പോവുള്ളൂ, നിന്നെ ജനങ്ങൾ കാണുന്നിടത്ത് വെച്ച് കൊല്ലും, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ കായൻ പേടിക്കുന്നു. കർത്താവെ, എന്നെ ജനങ്ങൾ തല്ലിക്കൊല്ലുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞേ, ഇല്ല, നിനക്ക് ആ സംരക്ഷണം തരും. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ 7 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞു. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ 7 ഇരട്ടിയായിട്ട്. തീർന്നില്ല, കർത്താവ് ഒരു വര വരച്ചു പുറത്ത്. ഇതെൻ്റെ സുരക്ഷിത വലയമാണ്. ഈ കായൻ പോയിട്ട് പെണ്ണ് കെട്ടി ഒരു നഗരം ഉണ്ടാക്കി, ഒരു പരമ്പര. അപ്പോൾ ദൈവം പറഞ്ഞ ശാപത്തോടെ പോയി, നീ ഭൂമിയിൽ എന്താ പറയുക, കൃഷി ഉണ്ടാവില്ല, നീ അങ്ങനെ ആകും, അലഞ്ഞു നടക്ക്, ഇതൊന്നും ഉണ്ടായില്ല. ഇവിടെ ഏറ്റവും വലിയ വിഷയം, കർത്താവ് ആരുടെ കൂടെയായിരുന്നു? കർത്താവിന് നന്നായി ബലിയർപ്പിച്ച ആബേലിൻ്റെ കൂടെയായിരുന്നോ, അതോ അങ്ങനെ അല്ലാതെയുള്ള എന്ന് പറയുന്ന കായൻ്റെ കൂടെയാണ്? ഇതിലേത്? കർത്താവ് ന്യായത്തിനോട് നിൽക്കുന്ന ആളാണോ? സാധാരണഗതിയിൽ നമുക്ക് കാണുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സഭയിലാണെങ്കിൽ പോലും എപ്പോഴും സഭ നിൽക്കാറുള്ളത്
ഇരയുടെ കൂടെയല്ല, മറിച്ച് ഈ ചെയ്യുന്ന ആരാണോ ക്രൂരത ചെയ്യുന്നത് അവരുടെ കൂടെയാണ്. ഉദാഹരണം, പണ്ട് നമുക്കൊരു ബെനഡിക്റ്റ് അച്ഛൻ ഉണ്ടായിരുന്നു. ഒരു മറിയക്കുട്ടിയെ കൊല ചെയ്ത ഒരു ബെനഡിക്റ്റ് അച്ഛൻ അവസാനം അയാൾ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. സഭ അയാളുടെ കൂടെയായിരുന്നു. അഭയ എന്ന് പറയുന്ന സിസ്റ്ററെ കൊന്നു. സഭ ആരുടെ കൂടെയായിരുന്നു? അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ കർത്താവിൻ്റെ മാതൃകയാണ് നമ്മുടെ ഈ പറഞ്ഞ ആൾക്കാർ പിന്തുടരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രണ്ടാം സംഭവം കഴിഞ്ഞു. അപ്പോൾ രണ്ടാം സംഭവം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കർത്താവിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ചിലരോട്, അതായത് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു യുക്തിപൂർവ്വം അല്ലല്ലോ എന്നൊരു സംശയം നമുക്ക് വരുന്നുണ്ട്. നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാം. അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഉൽപ്പത്തി 1:3 ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഉറപ്പില്ല, എനിക്ക് നോക്കേണ്ടി വരും. കർത്താവ് തൻ്റെ സൃഷ്ടിയെല്ലാം കഴിഞ്ഞിട്ട് സന്തോഷിക്കുകയാണ്. ആഹാ, എൻ്റെ സൃഷ്ടികളെല്ലാം നന്നായിരിക്കുന്നു, ഞാൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നു, ഞാൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ എന്താ പറയുക, പാപമുണ്ട്, പുണ്യമുണ്ട്, എല്ലാം എന്തായിക്കോട്ടെ, എല്ലാം ഉണ്ടായിക്കോട്ടെ, എല്ലാം നന്നായിരിക്കുന്നു. ഇതേ കർത്താവ് 6:6 എത്തുമ്പോൾ തിരിച്ചു പറയാണ്, മനുഷ്യരെ സൃഷ്ടിച്ചതിൽ സങ്കടപ്പെടുകയാണ്, ദേഷ്യപ്പെടുകയാണ്. മനുഷ്യരെ സൃഷ്ടിച്ചത് തെറ്റായിപ്പോയി, അതുകൊണ്ട് ഇവരൊരു പാഠം പഠിപ്പിക്കണം. കർത്താവ് നോഹയോട് പറഞ്ഞു, നീ ഒരു പേടകം ഉണ്ടാക്കണം. ആ പേടകത്തിൽ കൃത്യമായ അളവൊക്കെ പറഞ്ഞു കൊടുത്തു. ചെയ്യേണ്ട കുറേ ജോലികളുണ്ട്. അതായത് എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഓരോ ഓരോ ജോഡികളെ ഇതിനകത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കണം. ഇവർക്കെല്ലാം ആവശ്യമുള്ള ഭക്ഷണം കരുതിയിരിക്കണം. ഇത് എന്തുമാത്രം പ്രായോഗികമാണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ ആലോചിക്കേണ്ട. ഇതെല്ലാം പണിത് കഴിഞ്ഞ് മുകളിൽ കിളിക്കൂട് പോലെ 2-3 തോട്ടിട്ടിട്ടുണ്ട്. അത് അവസാനം തുറന്നു നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാർക്ക് ജീവികൾക്ക് വായുസഞ്ചാരം എങ്ങനെ കിട്ടി? ഇവർക്ക് ഇങ്ങനെ തീറ്റ കൊടുത്തു. 1 വർഷത്തോളമാണ്, 40 ദിവസം നിർത്താതെ മഴ പെയ്തു. 1 വർഷത്തോളം ഈ പേടകം ഒഴുകി നടന്നു. അപ്പോൾ ഇത്രയും കാലം ഇവർക്ക് എങ്ങനെ തീറ്റ കൊടുത്തു? ആര് കൊടുത്തു? ആരാണ് ഇവരെല്ലാം നോക്കിയത്? ചോദ്യങ്ങൾ പാടില്ല. ഇത് അങ്ങനെ സംഭവിച്ചാൽ പോട്ടെ. അങ്ങനെ വളരെ വിഷമിച്ച് കർത്താവ് ഒരു ശുദ്ധീകരണം നടത്തി. ശുദ്ധീകരണം നടത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതിൻ്റെ എന്തുമാത്രം സാധ്യമായി എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട. അങ്ങ് സാധ്യമായി, കർത്താവിൻ്റെ കഴിവല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവിനോട് ചോദിക്കാൻ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, പൊന്ന് കർത്താവേ, ഈ ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയും ശിക്ഷ കൊടുത്തതിന് ശേഷമുള്ള അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? ഇത്രയും വലിയൊരു ശിക്ഷ കൊടുത്തിട്ട് എന്ത് കാര്യമുണ്ടായി? ഇത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത തനി പൊട്ടനായി പോയല്ലോ കർത്താവേ. സങ്കടമുണ്ട്, സങ്കടം. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും ഇതിനേക്കാൾ വിവേകപൂർവ്വം ചെയ്യുമായിരുന്നു. ഈ കർത്താവാണോ ഞങ്ങളുടെ കർത്താവ്? നാണക്കേടുണ്ട് പറയാൻ. അങ്ങനെ അടുത്ത സംഭവത്തിലേക്ക് പോവാണ്. നമ്മുടെ ബാബിലോൺ കൊട്ടാരം, ഒരു ഗോപുരം, അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു, നമുക്ക് ഒത്തൊരുമയോടെ ജീവിക്കണം, ഒന്നിച്ച് ജീവിക്കണം. അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വലിയ ആലയം പണിയാം, അവിടെ ഒരു ഗോപുരം പണിയാം. അങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ പണി എന്തായെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി വരിക, കാണാൻ വേണ്ടിയിട്ട് വന്നു, കണ്ടു. കർത്താവിന് അപകടം മനസ്സിലായി. ഇങ്ങനെ വിടാൻ പറ്റില്ല. ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കാനോ ഒത്തൊരുമയോടെ ജീവിക്കാനോ പാടില്ല. കർത്താവ് എന്ത് ചെയ്തു? ഒക്കത്തിനെ ചെതറിച്ചു, പല ഭാഷകൾ സംസാരിക്കുന്നവരാക്കി. അതാണ് കർത്താവ്. കർത്താവ് വളരെ ബുദ്ധിപൂർവ്വം മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. അത്രയും ബുദ്ധിശാലിയാണ് കർത്താവ്. അങ്ങനെ അവരെ ചെതറിച്ച് വിട്ടുകളഞ്ഞു. പിന്നെ നമ്മൾ കർത്താവിനെ കാണുന്നത് അബ്രഹാം എന്ന് പറയുന്ന അയാളുടെ അടുത്താണ്. അബ്രഹാമിനെ നമ്മൾ മുസ്ലിങ്ങൾ ഇബ്രാഹിം എന്ന് പറയും. 2 പേരും 2 തരം കഥയാണ് പറയുന്നത്. മുസ്ലിങ്ങൾ പറയുന്നത് ഇബ്രാഹിമിൻ്റെ പിതാവ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു, ജനങ്ങൾക്ക് ആരാധിക്കാനുള്ള വിഗ്രഹങ്ങൾ. അങ്ങനെ നമ്മുടെ ഇബ്രാഹിം എന്ത് ചെയ്തു? ഈ വിഗ്രഹങ്ങളെല്ലാം കത്തിച്ച് കളഞ്ഞു.
അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. ഇവരെല്ലാം കൂടെ നമ്മുടെ ഇബ്രാഹിമിനെ പിടിച്ച് തീയിലിട്ടു. പടച്ചോൻ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു തണുത്ത കാറ്റയച്ചു കൊടുത്തു. പിന്നെ അയാളെ പൊക്കിയെടുത്ത് കൊണ്ട് അങ്ങനെ അവരുടെ കഥ പോകുന്നു. അത് പോട്ടെ. മറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അബ്രാഹത്തിൻ്റെ ഭാര്യയുണ്ട് സാറ. സാറ അയാളുടെ പെങ്ങളും കൂടിയാണ്. സ്വന്തം പിതാവിന് മറ്റു ഭാര്യയിലുണ്ടായ മകളാണ് സാറ. അങ്ങനെ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം. കാരണം ന്യായപ്രമാണങ്ങളൊക്കെ ഉണ്ടായത് പിന്നീടാണല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതേ സംഭവം ദാവീദ് രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ദാവീദ് രാജാവിൻ്റെ ഒരു മകൻ ദാവീദ് രാജാവിന് മറ്റു ഭാര്യയിലുണ്ടായ മകള്, എല്ലാവരുടെ പേരൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. മകളെ കണ്ടപ്പോൾ അവളെ ഒന്ന് പ്രാപിക്കണമെന്ന് തോന്നി. ന്യൂട്രലിൽ അവളെ വിളിച്ചു വരുത്തിയിട്ട് അവളെ എന്താ പറയുക, അവളെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ മാനഭംഗപ്പെടുത്തി. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഇയാളോട് പറയുന്നുണ്ട്, അവിവേകം കാണിക്കല്ലേ, പാപം ചെയ്യല്ലേ, നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ അച്ഛനോട് പറ, അദ്ദേഹം നമ്മുടെ വിവാഹം നടത്തി തരുമല്ലോ. അപ്പോൾ ന്യായപ്രമാണമൊക്കെ വന്ന ശേഷമാണ് ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. അപ്പോൾ അന്നും ഇത് അനുവദനീയമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോട്ടെ. അങ്ങനെ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തും ഈ പറഞ്ഞ ഭാര്യയും കൂടി കർത്താവ് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കർത്താവ് ഒത്തിരി പ്രദേശങ്ങൾ കാണിച്ചു കൊടുത്തു. ഇത് നിനക്കാണ്, നിൻ്റെ സന്തതികൾക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അങ്ങനെ കൊണ്ടുപോയി ഈജിപ്തിലെത്തിയപ്പോൾ നമ്മുടെ അബ്രഹാമിനൊരു പേടി. എൻ്റെ ഭാര്യ സുന്ദരിയാണ്, അവളെ കാണുന്ന ആൾക്കാർ എന്നെ കൊന്നു കളഞ്ഞിട്ട് അവളെ കൊണ്ടുപോകും, അവൾ ഞാൻ മരിച്ചു പോകും, അത് പറ്റില്ല. അപ്പോൾ അയാൾ സാറയോട് പറഞ്ഞു, നീ എൻ്റെ പെങ്ങളാണെന്ന്, നമ്മൾ സഹോദരന്മാരാണെന്ന് ഞാൻ പറയും, കുഴപ്പമില്ല. അങ്ങനെ നാട്ടുകാർ പറഞ്ഞിട്ട് ഫറവോൻ അറിഞ്ഞു അതിസുന്ദരിയായ ഒരു യുവതി വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. അവളെ കൊട്ടാരത്തിലേക്ക് വരുത്തി. അന്ന് രാത്രിയിൽ അവരിങ്ങനെ പ്രാപിക്കാൻ പോകുന്ന സമയത്ത് കർത്താവ് ഇടപെട്ടു. കർത്താവ് അങ്ങനെയാണ്. സ്വപ്നത്തിൽ ഫറവോനോട് പറഞ്ഞു, നീ വേണ്ടാതീനം കാണിക്കരുത്, അത് അയാളുടെ ഭാര്യയാണ്, അബ്രാഹാമിൻ്റെ ഭാര്യയാണ്. ഫറവോൻ പേടിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇയാളോട് ചോദിച്ചു, നമ്മുടെ അബ്രാഹാം ചോദിച്ചു, നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എന്താ നിന്റെ ഭാര്യ എന്ന് പറയാതിരുന്നത്? നീ വലിയ പ്രശ്നം ഞങ്ങൾക്ക് വരുത്തി വെക്കുമായിരുന്നല്ലോ. ഇതൊക്കെ പറഞ്ഞു. ഒരുപടി സമ്മാനങ്ങൾ കാലികളായിട്ടും ആടുകളായിട്ടും സ്വർണമായിട്ടും വേലക്കാരായിട്ടൊക്കെ കൊടുത്തു. ഇതൊരു നല്ല കച്ചവടമാണ് എന്ന് അബ്രഹാമിന് മനസ്സിലായി. അബ്രഹാം തിരിച്ചു പോന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അബിമലക്ക് എന്ന് പറയുന്ന രാജാവ്, അയാളുടെ അടുത്തും നമ്മുടെ അബ്രഹാം ഇതേ നാടകം പയറ്റി. അബിമലക്കിനടുത്ത് നമ്മുടെ കർത്താവ് ചെന്നു. രാത്രിയിൽ ഉറക്കത്തിൽ ചെന്നു, ഭീഷണിപ്പെടുത്തി. അവൾ ഇയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, അവിടുന്ന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. അങ്ങനെ അബ്രഹാം മരിച്ചതിൻ്റെ കാലം കഴിഞ്ഞ് അയാളുടെ മകൻ ഇസഹാക്കും ഇതേ നാടകം പ്രയോഗിക്കുന്നുണ്ട്. അയാളുടെ ഭാര്യയുടെ പേര് റബേക്ക എന്നാണ്. അപ്പോൾ ഇസഹാക്ക് എന്ത് ചെയ്തു? ഇതെൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞാണ് ഇവർ ഒന്നിച്ച് ജീവിക്കുന്നത്. ഒരു ദിവസം നമ്മുടെ അഭിമലക്ക് തന്നെ വന്നിരിക്കുന്നത്. ജനാലെ കൂടെ നോക്കുമ്പം ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടു. ഉടനെ ചോദിച്ചു, എന്തോടോ താൻ കാണിക്കുന്നത്? തൻ്റെ പെങ്ങളാണോ താൻ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ അല്ല, ഇതെൻ്റെ ഭാര്യയാണ്. ഇത് ഇവർക്കൊരു ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു രോഗമാണ് എന്ന് വേണം മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കർത്താവിന് ഈ സാറയോട് ഒരു പ്രത്യേക ഒരു മമത അങ്ങനെ ഇല്ല എന്നാണ് നമ്മുടെ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2:2 പറയുന്നത്. അങ്ങനെയാണ്. കർത്താവിന് അങ്ങനെ പക്ഷപാതമൊന്നുമില്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും, നീതിമാനാണ്, യുക്തിസഹമല്ല തീരുമാനം എടുക്കില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് എന്താണ്? കർത്താവ് സാറയുടെ ഒപ്പം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് സാറയ്ക്ക് മക്കളില്ല. അപ്പോൾ കർത്താവ് എപ്പോഴും വന്നിട്ട് പറയുന്നത്, മക്കളുണ്ടാവും,
അവർ എന്താ പറയുക, കടൽത്തീരത്തെ മണൽത്തരികൾ പോലെ ഇങ്ങനെ വളർന്നു വരും, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അവരിങ്ങനെ വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം സാറയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ സാറ അബ്രാമിനോട് പറഞ്ഞു, ഒരു പണി ചെയ്യുക, എൻ്റെ അടിമ ഹാഗാറിനെ ഞാൻ വിട്ടുതരാം, അവളൊരു കുട്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അബ്രഹാം വളരെ നല്ലവനായതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞതനുസരിച്ചു. അങ്ങനെ ഹാഗാർ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ സാറയ്ക്കൊരു തോന്നൽ, ഇത് ശരിയാവില്ല. അബ്രഹാമിനോട് പറഞ്ഞു, ഇവളെ കൊണ്ട് വിടാൻ പറയാം, ഇവളെ ഇവിടെ വേണ്ട, ഉപേക്ഷിച്ച് കളയാൻ പറഞ്ഞു. സാറ പറഞ്ഞുകൊണ്ട് അബ്രഹാമിനെ ഉപേക്ഷിക്കാൻ വേറൊന്നും പറയാൻ പറ്റിയില്ല. അവളെ പറഞ്ഞു വിട്ടു മരുഭൂമിയിലേക്ക്. ഗർഭിണിയായ ഈ ഹാഗാറിനെ പറഞ്ഞു വിട്ടു. അവിടെ കർത്താവ് ഒരു മാലയെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, തിരിച്ചു പോയി വളരെ അടിമപ്പെട്ട് വിധേയയായി സാറയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അടിമപ്പെട്ട് വിധേയയായിട്ട് ജീവിച്ചു. അവൾ കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ഇസ്മായിൽ. അതിനിടയ്ക്ക് സാറയും ഗർഭിണിയായി. അതിപ്പോൾ ഒരു ഇസ്മായിലിന് 14 വയസ്സായപ്പോഴാണ് സാറ പ്രസവിച്ചെന്നാണ് ഞാൻ വായിച്ചതാണ് എൻ്റെ ഓർമ്മ. എന്തു ആയിക്കോട്ടെ. അങ്ങനെ ഒരു ദിവസം ഇസ്മായിലും സാറ പ്രസവിച്ച കുട്ടിയായ ഇസ്ഹാക്കും തമ്മിൽ ഇസ്മായിലിനെ കളിച്ചുകൊണ്ടിരിക്കുക. അത് സാറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സാറ അബ്രാമിനോട് പറഞ്ഞു, ഇവളെ പുത്രനെ പുറത്താക്കുക എന്ന് പറഞ്ഞു. അബ്രാഹാം വിഷമിച്ചു. അപ്പോൾ കർത്താവ് വന്നിട്ട് ഉപദേശിച്ചു, സാറ പറയും പോലെ ചെയ്യ്. അതാണ് കർത്താവ്. കണ്ടോ, സാറ പറയും പോലെ ചെയ്യ്. അങ്ങനെ ഈ ഈ ഇസ്മായിലിനെയും അമ്മ ഹാഗാറിനെയും അവിടുന്ന് മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. വെറുതെ വിട്ടില്ല കേട്ടോ. കുറേ അപ്പവും കുറേ വെള്ളവും എല്ലാം കൂടെ കൂട്ടിയാണ് കൊടുത്ത് വിട്ടത്. ചുമക്കാവുന്നിടത്തോളം അവളുടെ ചുമല് വെച്ച് കൊടുത്തിട്ടാണ് വിട്ടത്. അങ്ങനെ പോകുന്ന കഥ. അത് പോട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ നീതിമാനായ കർത്താവിൻ്റെ ചെയ്തികൾ. അതേസമയത്ത് അബ്രഹാം തൻ്റെ ഏകജാതനെ ബലിയർപ്പിക്കാൻ പോയി എന്നും പറഞ്ഞൊരു കഥയും നമ്മൾ ഇതിൽ വായിക്കുന്നുണ്ട്. ആ ഏകജാതൻ ഇസ്ഹാക്കാണ് എന്ന് ക്രിസ്ത്യാനികളും അതല്ല ഇസ്മായിലാണ് എന്ന് മുസ്ലിങ്ങളും പറയുന്നു. മുസ്ലിങ്ങൾക്കിതൊരു വലിയ പെരുന്നാളാണ്. അവർ വലിയ പെരുന്നാളെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന പെരുന്നാൾ ഈ പറഞ്ഞ ബലിപ്പെരുന്നാളാണ്. അവർ ചോദ്യം ഇതാണ്, ഏകജാതൻ എന്ന് പറയുമ്പോൾ ഒരു മകനിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു മകൻ മാത്രമുള്ള അവസ്ഥ വന്നപ്പോഴാണ് അത് ഇസ്മായിലുള്ള സമയമല്ലേ? അപ്പോൾ ഇസ്മായിലിനെ അല്ലേ ബലിയർപ്പിക്കാൻ സാധ്യതയുള്ളത്? ഈ വാദത്തിനാണ് കുറച്ചുകൂടെ എന്താ പറയുക വിശ്വസനീയത ഉള്ളതെന്നാണ് എനിക്കും തോന്നുന്നത്. ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. മനുഷ്യൻ ബലിയർപ്പിക്കുമോ? അർപ്പിക്കും. ബൈബിളിൽ തന്നെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. കർത്താവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു മനുഷ്യരെ ബലി കൊടുക്കുന്നത്. അങ്ങനെ ആകെ രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരു ജോനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതിൽ രക്ഷപ്പെടാൻ കാരണം ജനങ്ങളിളകി ജോനാഥനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം ജോനാഥൻ രക്ഷപ്പെട്ടതാണ്. അങ്ങനെ പോകുന്നു. ക്രിസ്ത്യാനികൾ വാദിക്കുന്നൊരു വാദമുണ്ട്, അടിമയിലുണ്ടായ മകനെ സ്വന്തം മകനായിട്ട് കണക്കാക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഇസ്മായിലിനെ കുറിച്ച് പറയാത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അബ്രഹാമിൻ്റെ മകൻ്റെ മകൻ ആയിട്ടുള്ള ജേക്കബ് ഒരു മാതൃക കാണിക്കുന്നുണ്ട്. ഇസ്ഹാക്കിന് ഭാര്യയുണ്ട്, റാഫേലിന് അവർക്ക് 2 ഇരട്ടക്കുട്ടികളുണ്ടായത് ഏസോവും ജേക്കബ് അല്ലെങ്കിൽ യാക്കോബും. ആദ്യം ഉണ്ടായത് ഏസോവാണ്. ഏസോവിനെയാണ് നമ്മുടെ ഇസ്ഹാക്കിന് ഏറ്റവും ഇഷ്ടം. മറിച്ച് ഭാര്യ റബേക്കയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇളയവനായിട്ടുള്ള യാക്കോബിനെയാണ്. ഏതായാലും ചില കള്ളക്കളികൾ നടത്തി യാക്കോബിന് എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചു കൊടുത്തു. ഇയാളുടെ ഏസോ ദേഷ്യം പിടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ രക്ഷപ്പെട്ടു, എൻ്റെ സഹോദരൻ ഇന്ന സ്ഥലത്തുണ്ട്, അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ യാക്കോബ് ഓടി സഹോദരൻ്റെ അടുത്തെത്തി. അവിടെ ചെല്ലുമ്പോൾ കിളി പോലൊരു പെണ്ണ്, റാഹേൽ, മറ്റേ റാഫേൽ, ഇത് റാഹേലിനെ കണ്ടു. അമ്മാവൻ ചോദിച്ചു, അമ്മാവാ ഇവിടേക്ക് കെട്ടിച്ചേരുമോ? അതിനെന്താ പ്രശ്നം?
അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് കല്യാണം നമ്മുടെ വിരുന്നൊക്കെ നടത്തി. അങ്ങനെ മണിയറയിൽ ഭാര്യയെ പറഞ്ഞു വിട്ടു. പിറ്റേന്ന് രാവിലെ ഇയാൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ, ജേക്കബ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ അറിയോ? നമ്മുടെ ഇയാളെയല്ല കാണുന്നത്, റാഫേലിനല്ല കാണുന്നത്, റാഹേലിനല്ല കാണുന്നത്, ലയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അമ്മാവൻ്റെ മൂത്ത മകളാണ്. ലയേനെയാണ് കാണുന്നത്. അപ്പോൾ അയാൾ ഇതെന്താ കർത്താവ് എന്നെ പറ്റിച്ചെന്താ അമ്മാവെന്ന് ചോദിച്ചു. അത് കുഴപ്പമില്ല, നീ ഇളയവളെ കെട്ടിക്കഴിഞ്ഞാൽ മൂത്തവളെ കെട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞ ആളില്ല, നീ അതും എടുത്തോ ഇതും എടുത്തു, രണ്ടും കിട്ടി. അത് കഴിഞ്ഞ് കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? ലയയ്ക്ക് സന്താനവാക്യങ്ങൾ കൊടുത്തു. ലയ പ്രസവിക്കാൻ തുടങ്ങി. 1 നമ്പർ 1 റൂബൻ, നമ്പർ 2 സെമയോൺ, നമ്പർ 3 ലേവി, നമ്പർ 4 യൂദ. യൂദ 4 എണ്ണം. നമ്മുടെ റാഹേലിൻ്റെ കണ്ണുള്ളിപ്പോയി. അവൾ ജേക്കബിനോട് പറഞ്ഞു, എനിക്ക് വേണം കൊച്ചിനെ, എനിക്കും കൊച്ചിനെ താ. അയാൾ ചോദിച്ചു, വാട്ട് കൻ ഐ ഡു? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു പണി, എനിക്കൊരു അടിമയുണ്ട്, അവളെ കുട്ടികളുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ ജേക്കബ് സമ്മതിച്ചു, 2 കുട്ടികൾ. അപ്പോൾ ലേയക്ക് പിന്നെ ഈ യൂദ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ മക്കളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവൾ അത്രയ്ക്കായോ? അവൾ പറഞ്ഞു, എനിക്കും വേണം കുട്ടികൾ. എന്നാ അവളും കൊടുത്തു, അവളുടെ അടിമ സ്ത്രീയെ ജേക്കബിന് കൊടുത്തു. ജേക്കബ് വളരെ എല്ലാവരും സഹായിക്കുന്ന ആളാണ്. അങ്ങനെ അവിടെയും 2 കുട്ടികളുണ്ടായി. അത് കഴിഞ്ഞപ്പം കർത്താവ് എന്ത് ചെയ്തു? നമ്മുടെ ലയയോട് പറഞ്ഞു, ഒരു പണി, നീ ഒരു 2 കൂടെ പ്രസവിച്ചു. അങ്ങനെ 2 ആൺകുട്ടികളെയും പ്രസവിച്ചു. അവസാനം ദീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ പ്രസവിച്ചു. അങ്ങനെ ലയയ്ക്ക് മക്കൾ 7ആയി. ഈ സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? നമ്മുടെ റാഹേലിന് പറഞ്ഞു, നീ ഒന്ന് പ്രസവിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പ്രസവിച്ചു. അങ്ങനെയാണ് ജോസഫ് ഉണ്ടാകുന്നത്. ജേക്കബിന് ഏറ്റവും ഇഷ്ടം ജോസഫിനെയായിരുന്നു. മറ്റുള്ള ആൾക്കാരെല്ലാം പുറത്ത് പണിക്കൊക്കെ പോയാലും ആടിനെ വയ്ക്കാനൊക്കെ പോയാലും ഇയാളെ വിടില്ല. ഈ കാലത്തിലാണ് ജേക്കബിന് മടങ്ങി വരണമെന്ന് തോന്നുന്നത്. പുറപ്പെട്ട നാട്ടിലേക്ക് മടങ്ങി വന്നപ്പം ജ്യേഷ്ഠനെ പേടിച്ചിട്ടാണ് പോകാത്തത്, യേശുവിനെ പേടിച്ചിട്ടാണ് മടങ്ങി വരാത്തത്. ഏതായാലും ശരി, മടങ്ങിയെത്തി. ഇയാൾ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അപ്പോൾ ഇയാൾ പ്രതീക്ഷിക്കുന്ന ഇയാളെ ഇപ്പോൾ കൊല്ലുമെന്നാണ്. പക്ഷെ നേരെ തിരിച്ചാ സംഭവിച്ചത്. അയാൾ വന്ന് കെട്ടിപ്പിടിച്ചാണ്, നീ എന്താ പോക്കാ പോയെന്ന് ചോദിച്ചു. അപ്പോൾ ജേക്കബ് ആദ്യം തന്നെ അയാളുടെ സ്വത്തുക്കളെല്ലാം 2ആയിട്ട് പകുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പകുതി ജ്യേഷ്ഠന് ഓഫർ ചെയ്തു. ജ്യേഷ്ഠൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, എനിക്കൊന്നും വേണ്ട, അതല്ല സ്വീകരിക്കണം. പക്ഷെ അവസാനം നിവൃത്തിയില്ല, സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ 2 പണിക്കാരെ അവിടെ നിർത്താം, നീ അവരുടെ കൂടെ എൻ്റെ വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞു. എത്തിക്കോളാം എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? പണിക്കാരെന്ന് പറഞ്ഞു, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി യേശു തിരിച്ചു പോയി. അങ്ങനെ നമ്മുടെ ജേക്കബും കുടുംബവും ഒരു പുഴയുടെ തീരത്തെത്തി. ഈ മക്കളെയും ഭാര്യമാരെയും ഞാൻ പറയാൻ വന്ന ഒരു പോയിന്റ് വിട്ടുപോയി. ജേക്കബ് ഒരു ഭാര്യമാരോടും ഒരു മക്കളോടും വിവേചനം കാണിച്ചിരുന്നില്ല. അബ്രഹാം വിവേചനം കാണിച്ചെങ്കിൽ ജേക്കബ് കാണിച്ചിട്ടില്ല. ഇതാണ് ഞാൻ പറയാൻ വന്നൊരു പോയിന്റ്. എല്ലാ മക്കളും ഒരുപോലെ തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പോട്ടെ. അങ്ങനെ ജേക്കബ് എല്ലാവരും വിട്ടു. ഇയാൾ മാത്രം ഇക്കരെ, എല്ലാവരും അക്കരെ എത്തിയപ്പോഴാണ് രാത്രി ഒരു സംഭവം. ഒരാൾ വന്നിരിക്കുന്നു. അങ്ങോട്ട് ഇയാളുമായിട്ട് മൽപ്പിടുത്തം തുടങ്ങി. ഭയങ്കര പിടുത്തം, വിടുന്നില്ല. ശ്വാസം വിടാൻ പോലും വിടുന്നില്ല. ഭയങ്കര പിടുത്തം. ആരാ വന്നത്? കർത്താവ് വന്നിട്ടാണ് പിടുത്തം കൂടുന്നത്. ലാസ്റ്റ് കർത്താവ് എന്തെന്നറിയാവോ? ഇയാളുടെ നട്ടലിനിട്ടൊരു തട്ട് പൊളിച്ചു കൊടുത്തു. തൊടയും നടുവും കൂടെ ഇളകുന്ന യോജിപ്പിച്ച സ്ഥലത്ത് സ്നായു എന്നൊരു സാധനമുണ്ട്, അവിടെ നിന്ന് ഇളകിപ്പോയെന്ന് പറയാം. അങ്ങനെ ഇയാൾ മുടന്തനായിപ്പോയി. ഏതായാലും നമ്മുടെ ജേക്കബിനോട് കർത്താവ് പറഞ്ഞു, നിൻ്റെ പേര് ഞാൻ മാറ്റി, ഇനി മുതൽ നീ ഇസ്രായേൽ എന്നറിയപ്പെടും. അതിലത് ഭാഗ്യം, അത്രയും കിട്ടിയല്ലോ. അങ്ങനെ ഇവരക്കരെ എത്തി. ഈ സമയത്ത് നമ്മുടെ റാഹേൽ ഗർഭിണിയായിരുന്നു. ഒരു കുട്ടിയെ കൂടി അവൾ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ബെഞ്ചമിൻ. അങ്ങനെ 12 ആൺമക്കളും ദീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും. ഈ കർത്താവ് മൽപ്പിടുത്തം ഉണ്ടാപ്പിടിച്ചെന്ന് പറഞ്ഞല്ലോ. പിന്നീട് നമ്മൾ പുറപ്പാടിൽ ഇതേ സംഭവം കാണുന്നുണ്ട്. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകണം, പോയി ഫറവോണിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കുറേ അത്ഭുതങ്ങൾ കാണിക്കാം, നിന്നെ
എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്, അവിടെ പോയി കാണിക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ഒക്കെ ചെയ്തോളാം കർത്താവേ എന്ന് പറഞ്ഞു. നിനക്ക് കൂട്ടിനായിട്ട് ഞാൻ അഹറോനെ കൂടെ വിടുന്നുണ്ട്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, അമ്മായിപ്പൻ്റെ അടുത്ത് പോയിട്ട് സമ്മതമൊക്കെ വാങ്ങി അമ്മായിപ്പൻ്റെ അടുത്ത് ആ ഭാര്യയും 2 മക്കളെയും കൂടെ കൂട്ടി ഇയാൾ ഈജിപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിക്കിതാ കർത്താവ് വന്നിരിക്കുന്നു ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ കർത്താവ് ഇയാളോട് പോകണമെന്ന് പറഞ്ഞത്, ഇപ്പോൾ ഇതാ കർത്താവിന് കലി പിടിച്ച് എന്താണെന്നില്ല, എനിക്ക് തോന്നുന്ന ആ അസുഖത്തിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. വന്നിട്ട് ഇയാളുമായിട്ട് കൊല്ലാൻ വന്നിരിക്കുകയാണ്. ഭാഗ്യത്തിന് നമ്മുടെ മോശയുടെ ഭാര്യ സിഫ്രോണി, പുള്ളിക്ക് ഇതിൻ്റെ മരുന്നറിയായിരുന്നു. അങ്ങനെ കർത്താവ് ദേഷ്യപ്പെട്ട് വന്നാൽ, ചൂട് പിടിച്ച് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. എന്തോ ഭാഗ്യം. പുള്ളി ഉടനെ ഒരു കൽക്കത്തി എടുത്തു, മകൻ്റെ ചർമ്മം മുറിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഭർത്താവിൻ്റെ കാലിലിങ്ങനെ ഉരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ രക്തബന്ധു എന്ന് പറഞ്ഞു. അതാണ് മരുന്ന്. കർത്താവ് വിട്ടിട്ട് പോയി. ഇത് കർത്താവിൻ്റെ സ്ഥിരം സ്വഭാവമായിരുന്നു. ഞാൻ ഒറ്റ പോയിന്റിൽ പറഞ്ഞ് നിർത്തിക്കോളാം. അങ്ങനെ നമ്മുടെ ഈ 12 മക്കൾ, അങ്ങനെ ജോസഫ് പുറത്ത് പോവില്ല, ബാക്കി 11 മക്കളാണ് പുറത്ത് പോകുന്നത്. അങ്ങനെ അവർക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് ജോസഫിനോട് അസൂയ എല്ലാവർക്കും. അങ്ങനെ ജോസഫിനെ കൊല്ലാൻ തീരുമാനിച്ചു. അവസാനം കൊല്ലണ്ട എന്നും പറഞ്ഞിട്ട് അവർ ഈജിപ്തിലെ രാജാവിനെ വിറ്റു. അങ്ങനെയൊക്കെ അത് പോകുന്നു. വിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ 12 പേരിൽ ഒരാളായിട്ടുള്ള യൂദ, അയാൾ വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയി. യൂദായ്ക്ക് 3 മക്കളുണ്ടായി. ഏറോൺ, പിന്നെ ഓനാൻ, ഹേല എന്നിങ്ങനെ 3 മക്കളുണ്ടായി. ഈ മൂത്തയാൾ ഒരു വിവാഹം കഴിച്ചു. ഭാര്യയുടെ പേര് താമാർ. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് കർത്താവിന് തോന്നി. കർത്താവിനെ കൊന്നുകളഞ്ഞു മൂത്തയാൾ. ഉടനെ കർത്താവ് ഓനാണ്ട് പറഞ്ഞു, നീ പോയിട്ട് അവളെ വിവാഹം കഴിക്കുക, താമാറിനെ, എന്നിട്ട് എൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അനുസരിക്കാൻ പറ്റുമല്ലോ. മൂപ്പര് വേഗം ചെന്നു, ചേട്ടൻ്റെ ഭാര്യയുമായിട്ട് ചേർന്നു. പക്ഷേ ബീജം നിലത്തൊഴിച്ച് കളഞ്ഞു. ഇത് കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. അടിച്ചു കൊന്നു, ആ സ്പോട്ടിലിട്ട് കൊന്നു. ഇതൊന്നും കർത്താവിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ? അപ്പ കൂലിയാണ്. അപ്പം എന്ത് മനസ്സെന്ന് അത് ചെയ്തിരിക്കും. അതാണ് കർത്താവ്. ഇങ്ങനെ പറഞ്ഞു വന്നാൽ ബൈബിൾ പോലെ ഒരു പുസ്തകം എഴുതാനുള്ള വിഷയങ്ങൾ ഈ സുഖമില്ലാത്ത കർത്താവിനെ കുറിച്ച് പറയാനുണ്ട്. ഈ സുഖമില്ലാത്ത കർത്താവിനെയാണ് കർത്താവിന് മുന്നേ വെച്ചുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ഇന്നിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എറണാകുളത്ത് മാത്രം ഈ കർത്താവിന് പേരിൽ തർക്കം നടക്കുന്നുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, ഈ കുർബാന ചെല്ലുമ്പോൾ കർത്താവിന് നേരെ നിൽക്കണോ അതോ ഈ ചന്തി കർത്താവിനെ കാണിച്ചുകൊണ്ട് നിൽക്കണോ? ഇതാണ് തർക്കം. ഈ തർക്കം ഇതുവരെ ഒരു വിടുതലായിട്ടില്ല. അത് വലിയ വിഷയമായിട്ട് ഇവിടെ ചില പള്ളികളൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആസനത്തിൽ കൃപ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആലപ്പുഴ. അങ്ങനെ പോകുന്നത് ഒരു വൃത്തികെട്ട സാധനമാണിത്. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ കിട്ടിയാലും തീരാത്തത്ര വിഷയങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത്രമാത്രം വിഷയങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇവരെ അനുവദിക്കാത്തതുകൊണ്ട്, നാഗേശ്വരനെ ഇപ്പോൾ ആൾക്കാർ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി.